ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സമയം ലഭിച്ചിട്ടുണ്ട്. 1:30 ഈ 10B ബ്ലോക്കിൽ നിന്നും ചാടിയത് എന്നുള്ളത് കൂടി കണ്ണൂർ ബ്യൂറോ അറിയിക്കുകയാണ്. ഇതിൽ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് പോലീസിന് ഈ വിവരം ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതായത് 1:30 ഇയാൾ ചാടിയത് ജയിൽ അധികൃതർ അങ്ങനെയെങ്കിൽ അറിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. കാരണം സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് 6 മണിയോടുകൂടിയാണ് പോലീസിന് ഈ വിവരം ലഭിച്ചത്. അതായത് 1 മണിക്ക് ചാടിയിട്ട് ഇത്രയും മണിക്കൂറുകൾ പോലീസിനെ അറിയിച്ചില്ല ജയിൽ അധികൃതർ എന്നുള്ള ഗുരുതരമായ കൃത്യവിലോപം ഇതിൽ പ്രകടമാണ്. കാരണം സിറ്റി പോലീസ് കമ്മീഷണർ കൃത്യമായി പറയുന്നു, പുലർച്ചെ 6 മണിയോടുകൂടിയാണ് ചാടിയ വിവരം പോലീസ് അറിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1:30 മണിക്ക് ചാടിയെങ്കിൽ ഇത്രയും മണിക്കൂറിനിടയിൽ നഗരം വിട്ടു പോകാൻ കൂടി ഗോവിന്ദച്ചാമിക്ക് സമയം കണക്ക് കൂട്ടുമ്പോൾ സാധ്യതയുണ്ട്. എസ് കെ എൻ പറഞ്ഞതുപോലെ ജയിലിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ് ജയിൽ അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. പ്രവർത്തിച്ചില്ല എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ഇതിൽ ലഭ്യമാകുന്ന വിവരം ഈ 10Bയിൽ നിന്നും പുറത്തേക്ക് ആകാശവാണിയുടെ വശം, അതായത് കണ്ണൂരിലെ ഈ കണ്ണൂർ പയ്യന്നൂർ ദേശീയപാത, കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയിലെ കണ്ണൂർ ജയിലിൻ്റെ തൊട്ട് ഇടതുഭാഗത്തായിട്ടാണ് ഈ ആകാശവാണി ഉള്ളത്. ആകാശവാണിയുടെ ഭാഗത്തേക്കുള്ള മതിൽ ചാടുന്നു. അത് കഴിഞ്ഞ് ആകാശവാണിയുടെ മതിൽ ചാടിയാണ് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ജയിൽ അധികൃതർ നൽകിയ വിവരം. അതിപ്പോൾ അരുൺ പൂപ്പറമ്പ് അറിയിച്ചിട്ടുമുണ്ട്. എസ് കെ എൻ ഏതായാലും ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച കണ്ണൂർ ജയിലിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ് കെ എൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സുമതിയുടെ ദുഃഖം നമ്മൾ കണ്ടതാണ്. ഷൊർണൂരിലെ വീട്ടിൽ പോകുമ്പോഴൊക്കെ മൈക്ക് നമുക്ക് അവർക്ക് മുൻപിൽ വെക്കാൻ തോന്നാത്തമാറ് പല പ്രാവശ്യം ഞാൻ ആ വീട്ടിൽ പോയതാണ്. എസ് കെ എൻ അവരെല്ലാം വാവിട്ട് കരയുന്ന ഒരു മാനസിക വിഭ്രാന്തി വന്നതുപോലുള്ള ഒരു അവസ്ഥയിലായിരുന്നു അവർ. കാരണം ആ വീടിൻ്റെ അത്താണിയായിരുന്നു ഈ സൗമ്യ. അവർ എറണാകുളത്ത് നിന്നും ജോലി ചെയ്ത് ആ കുടുംബത്തെ പുലർത്തുന്ന സൗമ്യ ഷൊർണൂരിലേക്കുള്ള പാസഞ്ചർ ട്രെയിനിൽ പോവുകയായിരുന്നു. ആ സമയത്താണ് 2011 സംഭവം. അങ്ങനെ എസ് കെ എൻ പറഞ്ഞതുപോലെ ഈ നിഷ്ഠുരമായ കാമഭ്രാന്തോടുകൂടിയുള്ള ആക്രമണം ഗോവിന്ദച്ചാമി നടത്തുന്നു. ട്രെയിനിൽ നിന്നും തള്ളിയിടുന്നു, അതിനുശേഷം തലക്കടിച്ചു കൊന്നു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ വാദം. അങ്ങനെ വളരെ നിഷ്ഠുരമായി കൊലപ്പെടുത്തുന്നു. 6 ദിവസം